പോകില്ലേ ചേട്ടാ പോരുന്നു എന്റെ കൂടെ ഒട്ടും കൊടയും കൂടി എന്തിനാ ഹലോ ഗൈസ് നമ്മള് ട്രിപ്പ് പോവാണ് ഗൈസ് എങ്ങനെ പോണ പോലെ വാഗമണ്ണ് പോവാണ് സെറ്റ് ഞാനാണ് നേരെ വൈകി വന്നത് കുളിച്ചോന്ന് കള്ളിന്ന് കുളിച്ച ഹായ് ഗായ്സ്, പ്രത്യേകിച്ച് ഒരു പ്ലാനിങ് ഇല്ലാണ്ട് നമ്മളൊരു 1 ഡേ ട്രിപ്പ് സെറ്റാക്കിയേക്കാണ്. പിന്നെ ഇപ്പോഴത്തെ ഒരു ക്ലൈമറ്റിന് പോകാൻ പറ്റിയൊരു സ്പോട്ടായതുകൊണ്ട് നമ്മൾ വാഗമണ്ണാണ് ഇപ്രാവശ്യം സെറ്റാക്കിയിരുന്ന സ്ഥലം. ഇത് ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം രാവിലത്തെ അല്ലേ. ഇന്നലെയാണ് പോണ കാര്യം തീരുമാനമായത്. ശരിക്കും വിശ്വസിച്ചത് ഇന്നലെയാണ് പോണ. രാവിലത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റും ഉച്ചയ്ക്കുള്ള ഫുഡൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ രാവിലെ ഇഡ്ഡലി, സാമ്പാർ, ചമ്മന്തി ഒക്കെ ആയിരുന്നു നമുക്ക് കഴിക്കാനായിട്ടുണ്ടായിരുന്നത്. നമ്മൾ പോകുന്ന വഴിയിൽ തന്നെ സിപ്പ് ലൈൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് നമ്മൾ അവിടെയാണ് ഇറങ്ങിയത്. നീ പോണ്ടോ പോണ്ട അമ്മ. ഞാൻ ആര്യ ഒന്ന് കലക്കും. പാപ്പ പേടിയുണ്ടാ ആ ഓക്കെ സെറ്റ്. ഓക്കെ അതെ നെക്സ്റ്റ് ബസ്സിൽ നിങ്ങൾ രണ്ടുപേരും കൂടി പോണ. ആര് പോണ? പടക്കി ഞാതല്ല കൂടെ പോണ. ആ ചേച്ചേ അല്ല യാദവ് പ്രതി
മുറൊക്കെ നോക്കിയാ കണ്ട പൊട്ടിയിട്ട് കണ്ട. പൊന്നെ എങ്ങനെ ഉണ്ടായി? സൂപ്പർ, നല്ല പേടിച്ചാ കുറച്ച് എങ്ങനെയുണ്ടായി? പേടിച്ചാ? ഏയ് കുറച്ച് കുറച്ച് കരഞ്ഞു. എങ്ങനെയുണ്ടായി? അങ്ങോട്ട് പോയപ്പോ പേടിയില്ലായോ? അങ്ങോട്ട് പോയി പേടിയില്ലായിരുന്നു, ഇങ്ങോട്ട് പോയി പേടിയില്ല. നിനക്ക് പേടിയില്ല, ഞാൻ കയറിയില്ല. ലിപ്സ്റ്റിക് വേണോ? ഇത് വേണ്ടെന്ന്, ഇത് വേണ്ട, നല്ലതുണ്ട്. ഇത് മുക്ക് കൊണ്ട പോണം വെച്ചാൽ കളറാ. അത് കൊടുക്കടേ. അത് വെച്ചേക്കണ്ട, അത് അടികളാ. ഇത് വെക്കാൻ അത് വേണ്ട. ഇന്ത്യയുടെ പൂവിടാ. കുഞ്ഞി ഗൈസ്, അപ്പൊ നമ്മളിത് മൊട്ടക്കുന്ന് എത്തിയിട്ടുണ്ട്. നല്ല വെയിലുണ്ട് ഗൈസ്. നമ്മള് മഴയാണ് പ്രതീക്ഷ, റെയിൻകോട്ടൊക്കെ കൊണ്ടുവന്നതാ. പക്ഷെ ഇവിടെ നല്ല വെയിലാണ്. അപ്പൊ അതേ നമ്മൾ തൊപ്പിയും കൊടയൊക്കെ വെച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട്. നല്ല തിരക്കുണ്ട് കേട്ടോ. വെക്കേഷൻ തീരുന്നതിന്റെ നല്ല തിരക്ക് ഇവിടെ കാണാനുണ്ട്. അത്യാവശ്യം ഇപ്പൊ നമ്മള് ടിക്കറ്റ് എടുക്കാൻ പോയേക്കാണ്. നമുക്ക് അവിടെ കയറാം. 12:30 ആയിട്ടുള്ളൂ. നമ്മൾ ഫസ്റ്റ് ഇതാ സിപ്പ് ലൈൻ കഴിഞ്ഞ് നേരെ മുട്ടക്കുന്ന് വന്നു. ഇനി നമ്മള് ഫുഡൊക്കെ കഴിച്ചിട്ടായിരിക്കും അടുത്ത സ്പോട്ടിക്ക് പോകണം അല്ലെ? മുട്ടക്കുന്ന്. യെസ് ഗൈസ്, ഇത് നമ്മുടെ ഒരു സൈഡില് മേക്കപ്പ് നടക്കണ്ട്. ലിപ്സ്റ്റിക് ഇടാ, തല കെട്ടുക. നമ്മളൊരു ഉച്ചയോടുകൂടി ഒരു 11 മണി 11:30 ആ ഒരു ടൈം ആകുമ്പോഴേക്കും നമ്മൾ മുട്ടക്കുന്ന് എത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ എത്തിയപ്പോഴേക്കും നമ്മുടെ മേക്കപ്പും ഹെയറൊക്കെ ഒരുമാതിരിയൊക്കെ ആയിട്ടുണ്ടായി. അപ്പോൾ അവിടെ വെച്ചിട്ട് തന്നെ നമ്മളിതാ അതൊക്കെ ഒന്ന് സെറ്റാക്കാണ് എല്ലാവരും. പോകില്ലേ? പോകണ്ട നമ്മൾ അത്യാവശ്യം മഴയൊക്കെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് കേട്ടോ പോയത്. അതുകൊണ്ട് തന്നെ കൊട റെയിൻകോട്ടൊക്കെ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ മുട്ടക്കുന്ന് എത്തിയപ്പോൾ അങ്ങനെ മഴയൊന്നും ഉണ്ടായില്ല, നല്ല വെയിലായിരുന്നു. പിന്നെ അതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം ഫോട്ടോസും വീഡിയോസും ഒക്കെ ഇവിടെ വെച്ച് എല്ലാവരും എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എല്ലാവരും കൂടെ നല്ല രസമായിരുന്നു, അടിച്ചു പൊളിച്ചു എന്ന് തന്നെ പറയാം. ഒരു 1 ഡേ ട്രിപ്പ് ആയിരുന്നെങ്കിലും പ്രത്യേകിച്ച് ഒരു പ്ലാനിങ് ഇല്ലെങ്കിലും എല്ലാവരും കൂടി ഒന്ന് അടിച്ചു പൊളിക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. നീ ഇത് ഇവളെ കൊണ്ടുപോയി ബുദ്ധിമുട്ടിച്ചാ ഞങ്ങളെ ബുദ്ധിമുട്ടില്ല. ഹലോ, പിന്നെ ഒരു 1 മണി 1:30 ആയപ്പോഴേക്കും നമുക്ക് വിശപ്പിൻ്റെ ഉൾവിളി വന്നു. പിന്നെ നമ്മൾ ഒട്ടും ടൈം വേസ്റ്റ് ചെയ്യാണ്ട് അവിടെ നിന്ന് നേരെ ഇറങ്ങിയിട്ടുണ്ട്. ഇറങ്ങണ വഴി എൻ്റെ ചെരുപ്പ് പൊട്ടി, ഒരു ചെരുപ്പ് മേടിക്കേണ്ടി വന്നു ഗൈസ്. അങ്ങനെ നമ്മുടെ ഫുഡ്, ഉച്ചക്കലത്തെ ഫുഡാണ് ഗൈസ് ഈ ട്രിപ്പിൻ്റെ വേറൊരു ഹൈലൈറ്റ് പാട്ട്. നമ്മളെല്ലാവരും വീട്ടിൽ നിന്ന് ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ചോറ്, കറികൾ കുറേ പല വെറൈറ്റി കറികളുണ്ടായിരുന്നു. മാമ്പഴ പുളിശ്ശേരി, സാമ്പാർ, കടച്ചക്കുപ്പേരി, മുളക് ഉപ്പിലിട്ടത്, പോർക്ക്, ചിക്കൻ, അങ്ങനെ കുറേ. ഇതിലെന്തെങ്കിലും ഞാൻ മിസ്സായി പോവുകയാണെങ്കിൽ ഞാൻ മറന്നു പോയിട്ടാണ് ഗൈസ്. കാരണം കുറേ ഉണ്ടായിരുന്നു. ഇസ്റ്റു, ചപ്പാത്തി, അങ്ങനെ കുറേ ഉണ്ടായി. പിന്നെ ഞാൻ സാലഡ് ഉണ്ടാക്കിയിട്ടുണ്ട്, അത് ഞാൻ പ്രത്യേകം പറഞ്ഞതാണ് കേട്ടോ.
അപ്പോൾ അങ്ങനെ കുറേ ഫുഡുകളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും കൂടിയിട്ട് നമുക്കൊരു ഫ്രീ ആയിട്ടൊരു കടത്തിണ്ണ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ നിന്നിട്ടാണ് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായി. പൊതിച്ചോറൊക്കെ ആക്കി വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. ചോറ് എല്ലാവരും വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് കറികൾ ഇങ്ങനെ ഓരോരുത്തരായിട്ട് കൊണ്ടുവന്നു. ലാസ്റ്റ് എല്ലാം കൂടെ നമ്മൾ കൈയിട്ട് വരി കഴിച്ചു. എല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ. ഫുഡൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ഉച്ചക്കലത്തെ ഫുഡെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ഭയങ്കര ഹെവി ഫുഡായിരുന്നു ഗൈസ്. അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ചു. അതാ നമുക്കിവിടെ ഒരു ഫ്രീ ആയിട്ടൊരു കടത്തിണ്ണ കിട്ടി. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഇവിടെ ഇരുന്നിട്ട് ഫുഡ് കഴിച്ചു. കറികളൊക്കെ ഓരോരുത്തരും ഓരോ കറികൾ വീട്ടിൽ നിന്നൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മുടെ വേസ്റ്റുകളും പ്ലേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ പാസ് ചെയ്ത് കൊണ്ടുപോകണം കേട്ടോ. അപ്പോൾ ഫുഡ് കഴിച്ച് ഇറങ്ങിയപ്പോഴേക്കും നല്ല കോടയുണ്ട്. അടിപൊളി ക്ലൈമറ്റാണ് കേട്ടോ അവിടെ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് അവിടെ നിന്ന് നേരെ നമ്മൾ പോണത് പൈൻ ഫോറസ്റ്റിലേക്കാണ് കേട്ടോ. അവിടെ ചെന്നപ്പോൾ അത്യാവശ്യം നല്ല അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു. നമ്മൾ മുട്ടക്കുന്ന് ചെന്നപ്പോൾ എക്സ്പെക്ട് ചെയ്ത ക്ലൈമറ്റ് ശരിക്കും ഉണ്ടായിരുന്നു. അവിടെയായിരുന്നു ചെറിയൊരു ചാറ്റൽ മഴ ഉണ്ടായി. നല്ല കോടയും ഒക്കെ ആയിട്ട് നല്ല അടിപൊളി ക്ലൈമറ്റ് തന്നെയായിരുന്നു. ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും വയറൊക്കെ നിറഞ്ഞിരിക്കുകയായിരുന്നു അങ്ങോട്ട് പോയത്. കോട്ടും കൊടയും കൂടി എന്തിനാ? കോട്ടുണ്ട് കൊടയുണ്ട്. ഗൈസ് നമ്മൾ നെക്സ്റ്റ് പൈൻ ഫോറസ്റ്റിലേക്ക് പോകണം. ചെറിയൊരു മഴയുണ്ട്, അതുകൊണ്ട് നമ്മൾ എല്ലാവരും റെയിൻ കോട്ടും കോടയൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി എങ്ങാനും നമ്മളവിടെ ചെല്ലുമ്പോൾ നല്ല മഴയായാൽ പെടൂലേ, അപ്പം അതുകൊണ്ട് റെയിൻ കോട്ടൊക്കെ എടുത്തിട്ടുണ്ട്. ഇവിടെ കൊള്ളാം. അപ്പം അതെ നമ്മൾ പൈൻ ഫോറസ്റ്റിലേക്ക് പോവാണ്. ഫുഡൊക്കെ കഴിച്ച് സെറ്റാക്കി ടോയ്ലറ്റ് പോയിട്ട് വേണം. നിനക്ക് തന്നെ പണി അതന്നെയാട്ടോ. ഇപ്പോൾ വെക്കേഷനൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മളവിടെ ചെന്നപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തിരക്കൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥയ്ക്ക് പോകാൻ പറ്റിയ അടിപൊളി ഒരു ടൂറിസ്റ്റ് പ്ലേസ് തന്നെയാണ് കേട്ടോ വാഗമൺ. നമുക്കൊരു ഡേ ഫുള്ളും അടിച്ച് പൊളിച്ച് എൻജോയ് ചെയ്തിട്ട് പോരായിരുന്നു. നമ്മളവിടെ കയറിയപ്പോൾ ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും അവിടെ എത്തിയപ്പോൾ മഴയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളവിടെ ചെന്ന് കുറേ റീലും ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. അറിയിലൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ അതെ ഇവിടെ ഗംഭീര ഫോട്ടോഷൂട്ടുകളൊക്കെ എല്ലാവരും ഇവിടെ ഗംഭീര ഫോട്ടോഷൂട്ട് എടുക്കാൻ. നമ്മളിനി നെക്സ്റ്റ് പോകാൻ പോകുന്നത് അഡ്വഞ്ചർ പാർക്ക്. അവിടെ വന്ന് ട്രക്കിംഗ് ഉണ്ടാവും വിചാരിക്കുന്നു. ട്രക്കിംഗ് ഉണ്ടെങ്കിൽ നമുക്ക് പൊളിക്കാം ഗൈസ്. ട്രക്കിംഗ് പൊളിക്കാം പ്രതീക്ഷ. ഗൈസ് ഇവിടുത്തെ ക്ലൈമറ്റ് ഒരു രക്ഷയില്ലാണ്ട്. ഇപ്പം ഒരു 3:30 ആയിട്ടുള്ളൂ, പക്ഷെ കോട ഇറങ്ങിയിട്ട് നല്ല അടിപൊളി ക്ലൈമറ്റ് ആയിട്ടുണ്ട്. നമ്മളെ ഇപ്പം തിരിച്ച് കയറുകയാണെങ്കിൽ ഇവിടെ നിന്ന് നമ്മൾ അഡ്വഞ്ചർ പാർക്കിലേക്ക് പോകണം. അങ്ങനെ പൈൻ ഫോറസ്റ്റിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ നേരെ പോകാൻ പോകുന്നത് അഡ്വഞ്ചർ പാർക്കിലേക്കാണ് കേട്ടോ. ഇനിയാണ് നമ്മുടെ ട്രിപ്പിൻ്റെ ട്വിസ്റ്റുകൾ മൊത്തം സംഭവിക്കാൻ പോകുന്നത്. നമ്മളവിടെ എത്തിയപ്പോൾ നല്ല കോടയും മഞ്ഞൊക്കെ ആയിട്ടുള്ളൊരു ക്ലൈമറ്റ് ആയിരുന്നു. അതുപോലെ തന്നെ നമ്മളവിടെ എത്തിയപ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. ഒരു 4 അഡ്വഞ്ചർ പാർക്ക് ക്യാൻസൽ ആയതോടെ നെക്സ്റ്റ് ഇനി ഏത് സ്പോട്ടിലേക്ക് പോകുന്നു നമ്മളിങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ നമ്മൾ പരുന്തമ്പാറയ്ക്ക് പോകാമെന്നാണ് തീരുമാനിച്ചത്. പിന്നെ അങ്ങോട്ട് പോകുമ്പോഴും അവിടെയും കോട തന്നെയായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് അങ്ങോട്ട് കയറി അവിടെ ചെന്നാലുള്ള അവസ്ഥ എന്താണെന്ന് അറിയില്ലായിരുന്നു.
ഗൈസ് ട്രക്കിംഗ് ആയിരുന്നു ഈ ട്രിപ്പിൽ ഏറ്റവും അടിച്ച് പൊളിച്ച് നമ്മളെല്ലാവരും അടിച്ച് പൊളിച്ച് തിമിർത്തത്. കാരണം അത്ര അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ട്രക്കിങ്. ഞാൻ ആദ്യം വിചാരിച്ചത് ഓൺ റോഡ് മാത്രമുള്ളൂ, ഓഫ് റോഡ് പോകുന്നില്ല എന്നിട്ട് വിചാരിച്ചത്. പിന്നെ ഓഫ് റോഡ് കയറിയപ്പോൾ എൻ്റെ മക്കളെ കിള്ളി പോയി എന്ന് പറഞ്ഞാൽ നമ്മൾ അടിച്ച് പൊളിച്ചു. രണ്ട് വ്യൂ പോയിന്റിലാണ് നമുക്ക് ജീപ്പ് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായി. അവിടെ ഇറങ്ങി നമ്മൾ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കും. ഇത് ഫസ്റ്റത്തെ വ്യൂ പോയിന്റാണ് കേട്ടോ. പിള്ളേരൊക്കെ ശരിക്കും തിമിർത്തു. അത് കഴിഞ്ഞ് നമ്മളിതാ സെക്കൻഡ് വ്യൂ പോയിന്റിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ 2 ജീപ്പിനായിട്ട് എല്ലാവരും കൂടെ പോയിക്കൊണ്ടിരുന്നത്. സെക്കൻഡ് വ്യൂ പോയിന്റിലേക്ക് പോകുമ്പോഴേക്കും അത്യാവശ്യം ടൈം ലേറ്റ് ആയിട്ടുണ്ട്. നേരമൊക്കെ ഇരുടാൻ തുടങ്ങിയിട്ടുണ്ടായി. അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുക. ഞാനാണെങ്കിൽ ഇങ്ങനെ ചോദിക്കുകയാണ് ഏതെങ്കിലുമൊക്കെ മൃഗങ്ങളെ കാണുമെന്ന്. എനിക്ക് ആ ഒരു എക്സൈറ്റ്മെന്റ് ആയിരുന്നു. ഒരു വെള്ളച്ചാട്ടത്തിന്റെ അവിടേക്ക് പോകണ എങ്ങനെയുണ്ടായി പൊന്നു ട്രക്കിങ്? പൊളിച്ചു, ഒന്നും പറയാ. ലോക സിനിമ ഷൂട്ട് ചെയ്തല്ലേ ലോകയിലെ. ഗൈസ് ഇതാണ് നമ്മുടെ ലോക മൂവിയിലെ കല്യങ്ങാട്ട് നീലീനെ തളച്ച ആ ഒരു സ്പോട്ട് ഇട്ടാ. ഇവിടെ എത്തിയപ്പോൾ നമുക്ക് ശരിക്കും തോന്നി കുറച്ചും കൂടെ നേരത്തെ എത്തിക്കുക ഈ വെള്ളച്ചാട്ടത്തിലൊക്കെ ഇറക്കായിരുന്നു ഇത്. അങ്ങനെ ഇവിടെയും നമ്മൾ കുറച്ചധികം ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷിക്കൂട്ടം കൂടുന്നു കൂട്ടാനായി കുതിച്ചു അവര് വെട്ടി അങ്ങനെ പറ്റില്ലല്ലോ. ട്രക്കിങ് കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും ഒരുവിധം പരിവായിട്ടുണ്ടായിരുന്നു, പരിപ്പിളകിയിട്ടുണ്ടായിരുന്നു ഒക്കെ ആയിട്ട്. അങ്ങനെ നമ്മളിതാ അവിടെ നിന്ന് തിരിക്കാണ്. വാഗമണ്ണിൽ നിന്ന് നമ്മുടെ വണ്ടി ട്രിപ്പൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് പോട്ടയ്ക്ക് വരാണ് ഗൈസ്. അതാ ഇത് വണ്ടിയിലുള്ള ഓരോരോ എൻ്റർടൈൻമെൻറ്റുകളാണ്. ഉറങ്ങാണ്ടിരിക്കാൻ വേണ്ടി പിള്ളേരെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ് ഞാൻ. അങ്ങനെ തിരിച്ചു വരാൻ വേണ്ടി നമ്മൾ ആര്യാസി കയറി മസാല ദോശ നെയ് റോസ്റ്റൊക്കെ ആയിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്. വൈകിട്ട് ലൈറ്റായിട്ട് ഫുഡ് കഴിക്കാമെന്ന് നമ്മൾ വിചാരിച്ചു. ഞങ്ങൾ കുറേ പരിശ്രമിച്ചു കുഴിമന്തി മേടിക്കാൻ വേണ്ടി, പക്ഷെ ആരും മൈൻഡാക്കിയില്ല. തിരിച്ചു വന്ന വഴി പാട്ടും ഡാൻസും ഒന്നും ആയിരുന്നില്ല. ഓരോ പ്രേതക്കഥകൾ പറഞ്ഞ് ഇവർ നമ്മളെ പേടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഗംഭീര പ്രേതക്കഥകളായിരുന്നു ഗൈസ്. ഞാനിപ്പോഴും ഭയങ്കര എക്സൈറ്റ്മെൻറ്റോടെ ഇങ്ങനെ നോക്കിയിരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ ബൈ.